എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക്, ലൈവ് വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ ഒരു വെബിനാറിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം വളരെ അടുത്തായിട്ട് അല്ലെങ്കിൽ നിലവിൽ നമ്മളുടെ പ്രൊഫൈൽ കേരള PSCയുടെ പ്രൊഫൈലിൽ ആക്റ്റീവായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ 079/2026 അല്ലെ. നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം വളരെ നല്ല ഒരു പോസ്റ്റ് തന്നെയാണ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ PSCയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ഇതേ എക്സാമുമായി ബന്ധപ്പെട്ട് കേരള PSCയിൽ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഐപ്ലസിന്റെ നേതൃത്വത്തിൽ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ്, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വെബിനാറിൽ നമ്മളുടെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയർ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു തസ്തികയിലേക്ക് എത്താനുള്ള ഒരു സ്ട്രാറ്റജി, എത്രത്തോളം എങ്ങനെയൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വെബിനാറിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐപ്ലസിന്റെ വെബിനാറിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പൊ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പൊ നിലവിൽ നമ്മളുടെ പ്രൊഫൈൽ കേരള PSCയുടെ നമ്മളുടെ പ്രൊഫൈലില് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്. കാറ്റഗറി നമ്പർ 079/2026. സോ നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെന്നുണ്ടെങ്കിൽ സബ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ 36,500, 89,000 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസി ആണ്. ഓക്കെ, അപ്പൊ നിലവിൽ എന്താണ് ഒരു കുറച്ച് നാൾ കൂടി അതിന്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ വിളിച്ച സമയത്ത് വേക്കൻസി നമ്പർ 10 എന്നുള്ളതായിരുന്നു കൊടുത്തിരുന്നത്. 10 എന്നുള്ളതാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിലവിൽ 125 അഡ്വൈസിന് മുകളിൽ പോയിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 18 മുതൽ നിലവിൽ 40 വയസ്സാക്കിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ 40 വയസ്സ് വരെയുള്ള കുട്ടികൾ, ജനറൽ കാറ്റഗറിയിൽ 40 വയസ്സ് വരെ ഉള്ളവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയും. 18 വയസ്സ് മുതൽ 40 ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അവിടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. അത് മനസ്സിലാക്കിയിരിക്കുക. ബാക്കി കാറ്റഗറി അനുസരിച്ചുള്ള ബാക്കി എല്ലാവിധ ആനുകൂല്യങ്ങളും അവിടെ നമ്മളുടെ ഏജുമായി ബന്ധപ്പെട്ട് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, നിലവിൽ 18-നും 40-നും ഇടയിലുള്ള കുട്ടികൾക്കെല്ലാം തന്നെ ആ ഒരു എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ഇപ്പം ബിടെക് സിവിൽ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ MTech അങ്ങനെയുള്ള ബേസിക് ലെവൽ ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്ലോമ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഡിപ്ലോമ ഇൻ സിവിൽ അല്ലെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കുക. ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/9/2026 ആണ്. സെപ്റ്റംബർ 2 ആണ്. സോ ഇനിയിപ്പം ഏകദേശം 10-20 ദിവസമേ ഉള്ളൂ, അല്ലെ, അധികം ദിവസം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്താണ് എത്രയും പെട്ടെന്ന്, ഇന്നിപ്പോ 14 ഓക്കെ, ഇനിയിപ്പോ അധികം ദിവസം ഇല്ല 2-ന്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മളുടെ ഈ ഒരു കാറ്റഗറി നമ്പർ 079/2026 സെലക്ട് ചെയ്യുക, അത് സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. സോ ആപ്ലിക്കേഷൻ എല്ലാവരും ഇന്ന് തന്നെ സബ്മിഷൻ കൊടുക്കുക ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ഒരു പ്രൊഫൈലേക്ക് എന്താണ് നമ്മുടെ ഈ സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിലവിൽ എന്താണ് നെക്സ്റ്റ് മന്തില് സെപ്റ്റംബർ മാസം തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ എക്സാം നടക്കുകയാണ് അല്ലെ. സോ ഇത്തരത്തിൽ നമ്മളുടെ ഒരു എന്താണ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന്റെ നെക്സ്റ്റ് പ്രൊമോഷൻ ആണ് ബേസിക്കലി എന്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് അല്ലെ. സോ ഫസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അല്ലെ. അപ്പൊ ഒരു ഡിപ്ലോമ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വളരെയധികം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇത്തരത്തിൽ ഫസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് അല്ലെ. സോ ആ ഒരു ഡിപ്ലോമ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു സൂപ്പർവിഷൻ ഏരിയയിലുള്ള ഒരു രീതിയിലുള്ള ജോബ് പ്രൊഫൈൽ ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മളുടെ വർക്കുകളെല്ലാം തന്നെ അതായത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിൻ്റനൻസ് വർക്ക് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് പൈപ്പ് ലേയിങ് വർക്കുകളാവാം, മെയിൻ്റനൻസ് വർക്കുകളാവാം, ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാവാം. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന വർക്കുകളെല്ലാം തന്നെ ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പേപ്പർ വർക്കുകളെല്ലാം തന്നെ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മളുടെ കോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ജോലിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊസിഷൻ തന്നെയാണ് നമ്മളുടെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെന്നുണ്ടെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ കോർ സബ്ജക്റ്റുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പറയുന്ന രീതിയിൽ മെക്കാനിക്കലിന്റെയും അതുപോലെ തന്നെ സിവിലിന്റെയും ടോപ്പിക്സുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു മെക്കാനിക്കൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉദ്യോഗത്തെ സംബന്ധിച്ചോളം സിവിൽ ടോപ്പിക്സുകൾ നമുക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ സിവിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവിടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ കുറെയൊക്കെ സിവിലുകാരെ സംബന്ധിച്ചോളം, സിവിൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാര്യം ആ ഒരു സബ്ജക്ട് റിലേറ്റഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടോപ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ ഹൈഡ്രോളിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ തെർമൽ റിലേറ്റഡ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ എന്താണ് രണ്ട് ട്രേഡുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ രണ്ട് ട്രേഡുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോ അത്തരത്തിൽ ഈ പറയുന്ന ടോപ്പിക്സുകളെല്ലാം തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മളുടെ ആ ഒരു കോഴ്സുകളെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള നോട്ട്സുകളും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകളെല്ലാം തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള നോട്ട്സുകളും അതുപോലെ തന്നെ സെഷൻസുകളും ആയിരിക്കും നിങ്ങൾക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള രീതിയിലുള്ള നോട്ട്സുകളും അതുപോലെ തന്നെ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതുപോലെ തന്നെ ആ ഒരു കണ്ടന്റും എല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാകും. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാകും. ഓക്കെ, നമ്മൾ ആ ഓരോ മോഡ്യൂളുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം, അതായത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വിത്തിൻ ദ ടൈം ലിമിറ്റ് നമ്മൾ കൃത്യമായിട്ട് ആ ഓരോ ടോപ്പിക്സ് എല്ലാം തന്നെ പഠിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് അപ്പൊ അങ്ങനെ വളരെ സ്ലോ പ്രോസസ് ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണം എന്ന് തന്നെയാണ് നമ്മുടെ ഉത്തരം അല്ലെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾ പഠിക്കാത്ത ട്രേഡും ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കാര്യം പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. സോ അതിന് നമുക്ക് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് മാത്രം പോരാ അല്ലെ. ഹാർഡ് വർക്ക് മാത്രം പോരാ, ഒരു സ്മാർട്ട് വർക്ക് കൂടെ വേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടുന്നതിനായിട്ടുള്ള
എല്ലാവിധ സാഹചര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. ആ എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% നമുക്ക് ഉയർന്ന റാങ്ക് നേടി നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിലവിൽ കഴിഞ്ഞ തവണയൊക്കെ ഉള്ള ഇത്തരത്തിൽ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയിൽ ലെവലിലുള്ള എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് സാധാരണഗതിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ട്രാറ്റജി. ആ കൃത്യമായിട്ടുള്ള ആ ഒരു പാത്തിലൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നമ്മളുടെ ഗോൾ നമുക്ക് നേടാൻ സാധിക്കും. നമുക്ക് ജോലി എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ജോബ് പ്രൊഫൈലാണ് നമ്മൾ പറഞ്ഞു തന്നത് അല്ലെ. ആ ഒരു ജോബ് പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ജസ്റ്റ് നമ്മൾ എന്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ നമ്മൾ എന്താണ് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഒരു പ്രൊഫൈൽ വരുന്നുണ്ട്. റിലേറ്റഡ് നമ്മുടെ കോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ എക്സാംസിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞത് 10 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ കാറ്റഗറി നമ്പർ 481 2020 സോ ആ ഒരു ലിസ്റ്റ്, അതായത് നമ്മളുടെ എക്സാം കഴിഞ്ഞ് ആ ഒരു മെയിൻ ലിസ്റ്റിനകത്ത് 296 പേരുടെ ലിസ്റ്റ് ഇട്ടിരുന്നു. 296 പേരുടെ ലിസ്റ്റ് ഇട്ടിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, സോ മാർക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63 മാർക്കായിരുന്നു. അതിന്റെ കട്ട് ഓഫ് 63 മാർക്കായിരുന്നു കട്ട് ഓഫ്. ദെൻ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് വന്നിട്ടുള്ളത്, എത്ര അഡ്വൈസ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ 125. നിലവിൽ 125 അഡ്വൈസുകളാണ് ആ ഒരു കാറ്റഗറി നമ്പറുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 10 വേക്കൻസി വന്നിട്ട് 125 അഡ്വൈസ് ആണ് നിലവിൽ പോയിട്ടുള്ളത് അല്ലെ. സോ അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൊമോഷൻ സാധ്യത ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്തരത്തിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് ഏതൊരു എക്സാം ആയാലും നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാ എക്സാമിനും വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നതിലുപരി നമ്മൾ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെ, നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ എക്സാമിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ്. ഓക്കെ, ആദ്യം എന്ത് പഠിക്കണം, രണ്ടാമത്തതാണ് എങ്ങനെ പഠിക്കണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ ആ ടോപ്പിക്സുകൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 3, എപ്പോഴാണ് ഇത് പഠിക്കേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് 3 മാസം മുന്നേ പഠിച്ചു തുടങ്ങിയാൽ മതിയോ, അതോ അത് ഇപ്പൊ തന്നെ തുടങ്ങണം. അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താണ്, അവിടെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സിവിലുകാർക്ക് മെക്കാനിക്കൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, മെക്കാനിക്കലുകാർക്ക് സിവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സിവില് പ്രത്യേകിച്ച്, അതായത് മെക്കാനിക്കലുകാരെ സംബന്ധിച്ചോളം നമുക്ക് സിവിൽ അത്യാവശ്യം കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരല്പം സമയം എടുത്ത് തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ തവണത്തെ ആ ഒരു ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ കൂടുതലും സിവിൽ ഉദ്യോഗാർത്ഥികളായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് മെക്കാനിക്കലുകാർ മുന്നോട്ട് വരുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് കണ്ടിരുന്നു. അപ്പൊ അത് എന്താണ് ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ ആ ഒരു സെഷൻസ്, അതായത് ഇത്തരത്തിൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഫൈൻ. അപ്പോ മെക്കാനിക്കലിന്റെ ആ ഒരു ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിലബസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മോഡ്യൂൾ 6 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 6 മോഡ്യൂളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ മെക്കാനിക്കൽ നിന്നും 50 മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഓക്കെ, ടോട്ടൽ 100 മാർക്കിന്റെ ചോദ്യമാണെന്നുള്ളത് നമുക്കറിയാം. ആ 100 മാർക്കിൽ 50 മാർക്ക് എന്ന് പറയുന്നത് മെക്കാനിക്കലിൻ്റെതാണ്, ബാക്കി വരുന്ന 50 മാർക്ക് എന്ന് പറയുന്നത് സിവിൽ ആയിരിക്കും. ഓക്കെ, അപ്പം പാർട്ട് 1 ആയിട്ട് നമ്മളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് മെക്കാനിക്കലാണ്. 50 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഈ 50 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 6 മൊഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് അല്ലെ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമ്മൾ പൊതുവെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് ഇയറിനകത്ത് കോമൺ ആയിട്ടാണ് ഇതെല്ലാം തന്നെ പഠിക്കുന്നത്. അതായത് ഇപ്പം സിവിൽ ട്രേഡിലും നമ്മൾ ഗ്രാഫിക്സ് പഠിക്കുന്നുണ്ട്, ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മെക്കാനിക്കൽ ട്രേഡിലും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഗ്രാഫിക്സും അതുപോലെ തന്നെ ഡ്രോയിങ്ങും, അതായത് മെഷീൻ ഡ്രോയിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്.
അപ്പോ അതിന്റെ ബേസിക്സ്, അപ്പോൾ അത് കോമൺ ആയിട്ട് സിവിലും മെക്കാനിക്കലുകാർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, അവിടെ ടോട്ടൽ 6 മാർക്കിന്റെ എന്താണ് വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, 6 മാർക്ക്. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കൂ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സ്ഥിതി നമ്മൾ നേരത്തെ ഗ്രാഫിക്സ് പറഞ്ഞതുപോലെ തന്നെയാണ്. അത് കോമൺ ആയിട്ട് പഠിക്കുന്ന 2 സബ്ജക്റ്റുകളാണ്. അതായത് ഈ പറഞ്ഞ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇത്തരത്തിൽ എന്താണ് ഡിപ്ലോമ ലെവലിലായാലും ലൈക്ക് നമ്മളുടെ ഡിപ്ലോമ ലെവൽ നമ്മൾ സിവിൽ ആയാലും അതുപോലെ തന്നെ മെക്കാനിക്കൽ ആയാലും കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും എല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതും ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. മൂന്നാമത്തെ സബ്ജക്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ്. സോ രണ്ടാമത്തെ മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ വെയിറ്റേജ് മാർക്ക് 9 മാർക്കാണെന്ന് ഓർത്തിരിക്കാം, 9 മാർക്കാണ്. മൂന്നാമത്തത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഇത്തരത്തിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇത്തരത്തിൽ അത് എത്രയാണ്, 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആയാലും എന്താണ് കോമൺ ആയിട്ട് നമുക്ക് സിവിലും മെക്കാനിക്കലും കോമൺ ആയിട്ട് പറയാവുന്ന സബ്ജക്ട് തന്നെയാണ്. നാലാമത്തെ നോക്കൂ, ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോ ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് 9 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് 9 മാർക്കിന്റെ വെയിറ്റേജ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെ, FM ആൻഡ് HM അല്ലെങ്കിൽ ഹൈഡ്രോളിക് മെഷീൻസ് 9 മാർക്കിന്റെ വെയിറ്റേജ്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആയാലും ഹൈഡ്രോളിക് മെക്കാനിക്സ് ആയാലും കോമൺ ആയിട്ട് സിവിലും മെക്കും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലും യാതൊരുവിധ ബുദ്ധിമുട്ടും വരുന്നില്ല. സോ സിവിലുകാരെ സംബന്ധിച്ചോളം കുറച്ച് എഫർട്ട് എടുക്കേണ്ട ഒരു ടോപ്പിക് ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതായത് തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പൊ തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞ എക്സാമിന് വളരെ എന്താണ് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വന്നത്. ഓക്കെ, അപ്പോ തെർമലും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് 7 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. 7 മാർക്കിന്റെ വെയിറ്റേജ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിവിലുകാരെ സംബന്ധിച്ചോളം ഇവിടെ നമുക്ക് കൂടി ഒരു എഫേർട്ട് എടുക്കേണ്ടതായിട്ടുള്ളത് എന്താണ്, ഈ തെർമൽ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് വേണ്ടി മാത്രമാണ്. ബാക്കി ഗ്രാഫിക്സ് ആയിക്കോട്ടെ, മെക്കാനിക്സ് ആയിക്കോട്ടെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആയിക്കോട്ടെ, ഹൈഡ്രോളിക് മെഷീൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കുറച്ചുകൂടെ ഡെപ്തിൽ എന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ നമ്മൾ സിവിലുകാർ കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. എന്നാൽ ഇത്തരത്തിൽ മെക്കാനിക്കൽ സംബന്ധിച്ചോളം ഈ പറയുന്ന 6 ടോപ്പിക്കുകളും നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. മെക്കാനിക്കൽ ആയാലും സിവിൽ ആയാലും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് ആണ് നമുക്ക് സിവിലുകാരെ സംബന്ധിച്ചോളം, സിവിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു പക്ഷേ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്, തീരെ ഐഡിയ ഇല്ലാത്തതെന്ന് പറയുന്നത് ഒരു പക്ഷേ തെർമലും തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഓവറോൾ വ്യൂ. 50 മാർക്സിന്റെ ഒരു വെയിറ്റേജ്, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ലെവൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിലബസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ഇത്തരത്തിൽ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ബേസിക്സ് മുതൽ, അതായത് സ്കെയിൽസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ സ്കെയിൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ്, അതിനകത്ത് എൻലാർജിങ്, റെഡ്യൂസിങ്, ഫുൾ സ്കെയിൽസ് വരുന്നുണ്ട്. ദെൻ പ്ലെയിൻ സ്കെയിൽസ്, ഡയഗണൽ സ്കെയിൽസ്, വെർനിയർ സ്കെയിൽസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് വരുന്നുണ്ട്. യൂണിറ്റ്സ് ആൻഡ് ഇറ്റ്സ് കൺവേർഷൻസ് അല്ലെ, പ്രധാനപ്പെട്ട യൂണിറ്റ്സ്, അതിന്റെ കൺവേർഷൻസ്, ഡ്രോയിങ് ഷീറ്റ്, എന്താണ് ഡ്രോയിങ് ഷീറ്റ്, അതുമായി ബന്ധപ്പെട്ട് ഡ്രോയിങ് ആക്സസറീസ്, ടൂൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ്, ബോർഡിന്റെ സൈസ്, ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. Then drawing instruments അല്ലെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്. Then conic sections, then അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർവ്, കോണിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Then പ്രൊജക്ഷൻ തന്നെ പ്രധാനമായിട്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരുന്നുണ്ട്. Then ഐസോമെട്രിക് പ്രൊജക്ഷൻ വരുന്നുണ്ട്. Then സർഫസ് ഡെവലപ്മെന്റ് ഓഫ് സർഫസ്. Then section solids, then sections of solids. Then AutoCAD, വേരിയസ് കമാൻഡ്സ്. അപ്പോൾ ഇത്തരത്തിൽ AutoCAD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. AutoCAD, വേരിയസ് കമാൻഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല, കാര്യം ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ 6 മാർക്കിന്റെ വെയിറ്റേജ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ സിലബസിൽ ഡ്രോയിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് 6 മാർക്കിന്റെ കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ എന്ന നിലയിൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോക്യാഡും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ
ശ്രദ്ധിക്കൂ, രണ്ടാമത്തെ മൊഡ്യൂളിന്റെ വെയിറ്റേജ് 9 മാർക്കാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 മാർക്കാണ് രണ്ടാമത്തെ മൊഡ്യൂള്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. സോ അത് നമ്മൾ ബേസിക് മുതൽ എന്താണ് ഫോഴ്സ്, ഫോഴ്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോഴ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, ദെൻ ഫോഴ്സ് സിസ്റ്റം ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, ദെൻ റിസൾട്ടന്റ് സിസ്റ്റം എന്താണ്, സോ അത് മൊമെന്റ്, കപ്പിൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെ. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്, ഫോഴ്സ് വരുന്നുണ്ട്, ദെൻ എന്താണ് ഇത്തരത്തിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ദെൻ ആംഗിൾ ഓഫ് റീപോസ് എന്താണ്, ഫ്രെയിംസ്, ഫ്രെയിംസ്, പെർഫെക്റ്റ് ഫ്രെയിംസ് അല്ലെ, അത്തരത്തിൽ ടൈപ്സ് ഓഫ് ഫ്രെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ, then parallel axis theorem, perpendicular axis theorem, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ അത് ഓരോ നമ്മൾ ഓരോ ഫിഗർ അനുസരിച്ച് അല്ലെ, ഓരോ ഷേപ്പിനനുസരിച്ച് അതിന്റെ വാല്യൂസ് എങ്ങനെയാണ് ഇരിക്കുക, അതിന്റെ പൊസിഷൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക് ബൈ ടോപ്പിക്സ് ആയിട്ടുള്ള സെഷൻസ്, ഇത്തരത്തിൽ റെക്കോർഡ് സെഷൻസ് ഒക്കെ നമ്മളുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. സോ അതെല്ലാം അതിന്റെ ആ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട്, ഓർഡേർഡ് ആയിട്ടായിരിക്കും നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക്. സോ മൊഡ്യൂൾ 3 ബന്ധപ്പെട്ട് നോക്കൂ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമുക്ക് മെക്കാനിക്സിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് പറയാം അല്ലെ. സോ സ്ട്രെസ് വെച്ച് നമ്മൾ തുടങ്ങുന്നു, സ്ട്രെസ്, സ്ട്രെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു അല്ലെ. സോ സ്ട്രെസ്, സ്ട്രെയിൻ, അതിന്റെ റിലേഷൻസ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നു. ബീംസ് അല്ലെ, ഇത്തരത്തിൽ ബീംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ബീം, അവിടെ വരുന്ന ലോഡ്, പലതരത്തിലുള്ള ലോഡുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അതിന്റെ പൊസിഷൻ, ഏതൊക്കെ തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീമുകൾ, ഫോർ എക്സാമ്പിൾ സിംപ്ലി സപ്പോർട്ടഡ്, കാൻഡിലീവർ, ഓവർ ഹാങ്ങിങ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് അല്ലെ, അതിന്റെ ആ ഒരു ടൈപ്പ് ബീമുകളെല്ലാം നമ്മൾ പഠിക്കണം. അവിടെ വരുന്ന ലോഡ്, പലതരത്തിലുള്ള ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലെക്ചർ, കോളംസ് ആൻഡ് സ്ട്രട്ട് അല്ലെ, കോളംസ് ആൻഡ് സ്ട്രട്ട് നമുക്ക് പഠിക്കണം. അതിന്റെ തന്നെ ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. ഓയിലേഴ്സ് ഫോർമുല നമുക്കറിയാം. ഓക്കെ, ദെൻ റാങ്കിൻ ഫോർമുല, ലിമിറ്റേഷൻ ഓഫ് ഓയിലർ ഫോർമുല, സ്ലെൻഡർനെസ് റേഷ്യോ എന്താണ്, ഷോർട്ട് കോളം, ലോങ് കോളം, മീഡിയം കോളം ബേസ്ഡ് ആയിട്ടുള്ള റേഷ്യോ എങ്ങനെയാണ് വരിക. സോ വെൽഡഡ് ആൻഡ് റിവെറ്റഡ് ജോയിന്റ്സ് അല്ലെ, വെൽഡഡ് ആൻഡ് റിവെറ്റഡ് ജോയിന്റ്സ്, അതിന്റെ സ്ട്രെങ്ത്, എഫിഷ്യൻസീസ്, ദെൻ ഡാംസ് ആൻഡ് റീറ്റൈനിങ് വാൾസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഡാംസ് ആൻഡ് റീറ്റൈനിങ് വാൾസ്. ഓക്കെ, അത് മെക്കാനിക്കലെ സംബന്ധിച്ചോളം കുറച്ച് എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ്, ഇത്തരത്തിൽ ഡാംസ് ആൻഡ് റീറ്റൈനിങ് വാളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എനിവേ അത് ഉൾപ്പെടെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്, മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ മൂന്നാമത്തെ മൊഡ്യൂള് ശ്രദ്ധിക്കൂ, മൂന്നാമത്തെ മൊഡ്യൂൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്, 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ. യെസ്, നെക്സ്റ്റ് 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോ, 4ാമത്തെ മൊഡ്യൂൾ എന്താ, ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മളെ വാട്ടർ അതോറിറ്റി സംബന്ധിച്ചോളം നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത്തരത്തിൽ വളരെ ഡെപ്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നോക്കൂ, ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് കൊണ്ട് തുടങ്ങാണ് അല്ലെ. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ഓരോ ഫ്ലൂയിഡ്സിന്റെ പ്രോപ്പർട്ടീസ്, പാസ്കൽസ് ലോ എന്താണ്, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, പ്രഷറുമായി ബന്ധപ്പെട്ട ലോ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ അല്ലെങ്കിൽ പെർഫെക്റ്റ് വാക്വം പ്രഷർ, അല്ലെങ്കിൽ ലൈക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ, മാനോമെട്രിക് പ്രഷർ, ലൈക്ക് മാനോമീറ്റർ എന്താണ്, ദാറ്റ് ഈസ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. സോ പ്രഷർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട് സോ സിമ്പിൾ ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനോമീറ്റർ, നമ്മുടെ U2 മാനോമീറ്റർ, ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ, then atmospheric pressure ബന്ധപ്പെട്ട് pressure gauges, then piezometers, different types of valve, then gates, then buoyancy, then center of buoyancy, then center of pressure diagram, metacentric height, അതുമായി ബന്ധപ്പെട്ട് buoyancy related ആയിട്ടുള്ള കാര്യങ്ങൾ. then pipe flowയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെർണോളിസ് തിയറം, അസംഷൻസ്, then Bernoulli's theorem, Venturimeter, flow measurement ബന്ധപ്പെട്ടുള്ള Venturimeter, orifice meter, pitted tube, then notches and weighers, ഇപ്പൊ notches and weighers ഉണ്ട്, then discharge through notches, okay, then weighers, then dimensional analysis നമുക്ക് വരുന്നുണ്ട്, that is അതുമായി ബന്ധപ്പെട്ട് ബക്കിംഗ്ഹാം പൈ തിയറം അല്ലെ, ബക്കിംഗ്ഹാം പൈ തിയറം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. then dimensionless numbers, its ratios അല്ലെ, ഇത്തരത്തിൽ ഫോർ എക്സാമ്പിൾ റെയ്നോൾഡ്സ് നമ്പർ, അങ്ങനെയുള്ള നിരവധി ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഉണ്ടാവും. then boundary layer theory and various boundary layers. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബൗണ്ടറി ലെയർ തിയറി വരെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിക്സ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് അല്ലെ. സോ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ.
ഓക്കെയാണ്. സോ നെക്സ്റ്റ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. വളരെ വളരെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് അല്ലെ ഹൈഡ്രോളിക് മെഷീൻസ്. പ്രധാനമായിട്ടും നമ്മൾ പമ്പും ടർബൈനും ആണ് അല്ലെ, പമ്പും ടർബൈനും തന്നെയാണ് പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ പമ്പ് ടർബൈൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് പഠിക്കണം? ഇമ്പാക്ട് ഓഫ് ജെറ്റ് പഠിക്കണം അല്ലെ. സോ ഇമ്പാക്ട് ഓഫ് ജെറ്റ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് മെഷീൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ടർബൈനും പമ്പുമാണ് പഠിക്കേണ്ടത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ അതിന് മുന്നേ നമ്മൾ ഇമ്പാക്ട് ഓഫ് ജെറ്റ്, അത്തരത്തിൽ ജെറ്റ് പ്രൊപ്പൽഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈഡ്രോളിക് ടർബൈനിലേക്ക് വരുന്നു, അത്തരത്തിൽ പ്ലേറ്റ് സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നു, പ്ലേറ്റ് മൂവ് ചെയ്യുന്നു, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പാക്ട് ഓഫ് ജെറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഹൈഡ്രോളിക് ടർബൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ടർബൈൻസുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്, രണ്ട് ടൈപ്പാണ്. ഒന്ന് ഇമ്പൾസ് ടർബൈൻ ഉണ്ട്, റിയാക്ഷൻ ടർബൈൻ ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇമ്പൾസിൽ നമ്മൾ പെൽട്ടൺ വീലും റിയാക്ഷനിലും മറ്റുള്ള ഫ്രാൻസിസ് അല്ലെങ്കിൽ കപ്ലാൻ ടർബൈൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദെൻ സ്പെസിഫിക് സ്പീഡ് അല്ലെ, സ്പെസിഫിക് സ്പീഡ് നമ്മുടെ ടർബൈനുമായി ബന്ധപ്പെട്ടുള്ള സ്പെസിഫിക് സ്പീഡ് എന്താണ്, അതുപോലെ തന്നെ സ്പെസിഫിക് സ്പീഡ് ലൈക്ക് അത് ഗവേൺ ലൈക്ക് സ്പെസിഫിക് സ്പീഡിന്റെ ബേസിക് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സ്പെസിഫിക് സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ, ഇപ്പം ലോ സ്പെസിഫിക് സ്പീഡ്, മീഡിയം, ഹൈ സ്പെസിഫിക് സ്പീഡ്, പമ്പല്ല ഇത്തരത്തിൽ ടർബൈനുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. ഓരോന്നും ഓരോ ടൈപ്പാണ് വരുന്നുണ്ടാവുക. ദെൻ ഗവേണിംഗ് ഓഫ് ടർബൈൻസ്, ദെൻ അതുപോലെ ഡ്രാഫ്റ്റ് ട്യൂബ്, റിയാക്ഷൻ ടർബൈനുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ ടൈപ്പ് ടർബൈനുമായി ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ് ട്യൂബ്, ഡിഫറെന്റ് ടൈപ്സ് അല്ലെ, അതിന്റെ ഷേപ്പിനനുസരിച്ചൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ടർബൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെയാണ്, വളരെ സിമ്പിൾ അല്ലേ, കുറച്ച് കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് അല്ലേ. സോ 9 മാർക്കിന്റെ വെയിറ്റേജ് ശ്രദ്ധിക്കുക, 9 മാർക്കിന്റെ വെയിറ്റേജ് അവിടെ നിന്നുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ടർബൈൻ പഠിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ടുള്ളത് പമ്പാണ്. വേരിയസ് ടൈപ്സ് ഓഫ് പമ്പ് അല്ലെ, നമുക്കറിയാം. പ്രധാനമായിട്ടും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും അതുപോലെ തന്നെ എന്താ റോട്ടോ ഡൈനാമിക് പമ്പ്, ഈ രണ്ട് പമ്പുകളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ രണ്ട് പമ്പിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിക്കുക, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിക്കുക, അല്ലെങ്കിൽ റോട്ടറി ടൈപ്പ് പമ്പ്, അതായത് ഗിയർ പമ്പ്, ലോ പമ്പ്, അങ്ങനെയുള്ള സ്ക്രൂ പമ്പ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. യെസ്, പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിന്റെ സ്പെസിഫിക് സ്പീഡ്, നമ്മൾ ടർബൈനിൽ പഠിച്ചതുപോലെ തന്നെ സ്പെസിഫിക് സ്പീഡ് ഓഫ് പമ്പ് ഉണ്ട് അല്ലെ, N√Q/H/3/4 എന്നുള്ള ബേസിക് ഇക്വേഷൻ ആണത് അല്ലെ. അത്തരത്തിലുള്ള സ്പെസിഫിക് സ്പീഡ് ഓഫ് പമ്പ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കണം. ദെൻ വാട്ടർ ഹാമറിംഗ് ഇഫക്റ്റ്, എന്താണ് വാട്ടർ ഹാമറിംഗ് ഇഫക്റ്റ്, അതുപോലെ തന്നെ വേപ്പർ പ്രഷർ, ക്യാവിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്ലെ. ഇത്തരത്തിൽ വേപ്പർ പ്രഷർ എന്താണ്, ദാറ്റ് ഈസ് താഴെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ, സെക്ഷൻ പ്രഷർ താഴെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ്, ക്യാവിറ്റേഷൻ സംഭവിക്കുന്നുണ്ടാവും. യെസ്, അപ്പൊ ക്യാവിറ്റേഷൻ എന്താണ് അവിടെ, അതിപ്പോ എവിടെ സംഭവിക്കുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ പമ്പിലാണെങ്കിൽ എവിടെയാണ് ക്യാവിറ്റേഷൻ ഡിഫക്ട് ഉണ്ടാവുക, ടർബൈനിലാണെങ്കിൽ എവിടെയാണ് ക്യാവിറ്റേഷൻ ഡിഫക്ട് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. യെസ്, ഓക്കെ, അതാണ് 5ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അപ്പോൾ 4ാമത്തെ മൊഡ്യൂള് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്, 5ാമത്തെ മൊഡ്യൂള് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. സംശയമൊന്നുമില്ലല്ലോ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ധാരണയുണ്ടല്ലോ നമുക്ക്. ഓക്കെ, മെക്കാനിക്കലിനെ സംബന്ധിച്ചോളം മെക്കാനിക്കൽ ടോപ്പിക്സിൽ, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സിവിലുകാരെ സംബന്ധിച്ചോളം ഈ 5 ടോപ്പിക്കുകളും, ഈ 5 മൊഡ്യൂളുകളും കൃത്യമായിട്ടൊരു ഐഡിയ നിലവിലുള്ള ആൾക്കാർ തന്നെയാണ്, സംശയം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഒന്ന് മേക്കപ്പ് ചെയ്യുക അല്ലെ, അതൊന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ എക്സാമുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ടോപ്പിക്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ MCQസിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. സോ മാക്സിമം MCQs നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമുക്ക് വളരെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. യെസ്, ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 6 ആണ്, ദാറ്റ് ഈസ് തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ്, അതിൽ തെർമോഡൈനാമിക്സ് വെച്ചാണ് തുടങ്ങുന്നത്. സോ എന്താണ് സിസ്റ്റം, ഓക്കെ, എന്താണ് കണ്ടിന്യൂം കോൺസെപ്റ്റ്, എന്താണ് വേരിയസ് ടൈപ്സ് ഓഫ് സിസ്റ്റം, ഇത്തരത്തിൽ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ഏതൊക്കെയാണ്. ദെൻ ലോയുമായി ബന്ധപ്പെട്ട് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അല്ലെ, അതുപോലെ തന്നെ 0th ലോ, എന്നൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. 0th ലോ എന്താണ്, ഓക്കെ. ദെൻ എനർജി ബാലൻസ് ഇക്വേഷൻ, ദെൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ നോസിൽസ്, പമ്പ്, ടർബൈൻ, അതിൽ എങ്ങനെയാണ് എനർജി ബാലൻസ് ഇക്വേഷൻ വരുന്നുണ്ടാവുക. വേരിയസ് സൈക്കിൾസ്, ഇത്തരത്തിൽ തെർമോഡൈനാമിക് സൈക്കിൾസ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, കർനോട്ട് സൈക്കിൾ അല്ലെ, അത് ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ തെർമൽ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ടർബൈനുമായി ബന്ധപ്പെട്ട് ബ്രൈറ്റൺ സൈക്കിൾസ് ഉണ്ടാകും, ജൂൾ സൈക്കിൾസ് അല്ലെ, അത്തരത്തിലുള്ള സൈക്കിൾസ് എല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള PV പ്രഷർ വോളിയം ഡയഗ്രാം, TS ടെമ്പറേച്ചർ എൻട്രോപ്പി, TS ഡയഗ്രാംസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. Then importance like solar power, tidal power, geothermal power and wind mills, അത് ഇത്തരത്തിൽ അതിന്റെ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 7 മാർക്കിന്റെ, സോ കഴിഞ്ഞ തവണ നമുക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ്
ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത്. അത്ര വലിയ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇവിടെ വന്നിട്ടുള്ളത്. സോ സിവിലുകാർക്കൊക്കെ നന്നായിട്ട് അത് എഴുതാൻ കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സോ ആ ഒരു കോൺഫിഡൻസോടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്തരത്തിൽ ആ 6 മൊഡ്യൂളും കൃത്യമായിട്ട് സിവിലുകാരെ സംബന്ധിച്ചോളം 6 മൊഡ്യൂളും കൃത്യമായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് നമുക്ക് നേടാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെയാണ്. സോ മൊഡ്യൂൾ 6 തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് 7 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ 7 നമുക്ക് ആ ഒരു ടോപ്പിക്സിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെയാണ്, ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സിലബസ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ട് ഓരോ മൊഡ്യൂളുകളും കൃത്യമായിട്ടുള്ള മൊഡ്യൂൾ നമ്മൾ കണ്ടു. ഓരോ മൊഡ്യൂളിലും അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പം മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടുപേരെ സംബന്ധിച്ചോളം, അതായത് സിവിൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ, രണ്ടുപേരെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതായത് വളരെയധികം മാർക്കുകൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി തെർമൽ ആയിക്കോട്ടെ തെർമോഡൈനാമിക്സ് ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ വന്നത്. അത് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ മിസ് പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി സിവിൽ സ്റ്റുഡൻസിന് എന്താണ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ നമ്മളും അത്തരത്തിൽ, അതായത് മെക്കാനിക്കൽ സ്റ്റുഡൻസ് അതിനകത്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ചുകൂടി എഫേർട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അത് ആ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സിവിലുമായി ബന്ധപ്പെട്ടും നമുക്ക് പ്രധാനപ്പെട്ട റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള നോട്ട്സുകളെല്ലാം തന്നെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഇത്തരത്തിൽ ഫർദർ റെഫറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു പഠനത്തിനായിട്ട് നമുക്കൊരു റെഫറൻസ് ബുക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട് വളരെ നമുക്കറിയാം ഇത്തരത്തിൽ പി എ വർഗീസ് അല്ലെങ്കിൽ കെ സി ജോണിന്റെ ഒക്കെ ബുക്കുകൾ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഡി ഭട്ടിന്റെ ഒക്കെ ബുക്ക് നല്ലതായിരിക്കും കുറച്ചുകൂടെ ഇത്തരത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് ആർക്ക് ബെൻസാലിന്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അറിയാം, ഇത്തരത്തിൽ വളരെ കോമൺ ആയിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ്. ദെൻ അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു അൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ടിമോഷിങ്കോ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലാണ്. എങ്കിൽ തന്നെയും ഒരു ബേസിക് എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബെൻസാലിന്റെ ബുക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ബെൻസാലിന്റെ ബുക്ക് അല്ലെങ്കിൽ രജപുത്തിന്റെ ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. സോ അത്തരത്തിൽ രജപുത്തിന്റെ ബുക്ക് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് വരുമ്പോൾ രജപുത്തിന്റെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് അവൈലബിൾ ആണ്, ബെൻസാലിന്റെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് അവൈലബിൾ ആണ്. നിരവധി ബുക്കുകൾ നമുക്ക് അറിയാം അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇത്തരത്തിൽ റെഫറൻസ് ബുക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാം തന്നെ ഒരു ബാക്കപ്പ് എന്ന നിലയിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഇത്തരത്തിൽ ബുക്കുകളെല്ലാം തന്നെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും, നമുക്കൊരു സപ്പോർട്ട്, ഒരു ബേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഹൈഡ്രോളിക് മെഷീൻസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രജപുത്തിന്റെ തന്നെ HM ലൈക്ക് ഹൈഡ്രോളിക് മെഷീൻസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ബെൻസാലിന്റെ അവൈലബിൾ ആണ്. ഓക്കെ, മോഡി ആൻഡ് സെയ്ത്ത് അവൈലബിൾ ആണ്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്, അതായത് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി നമ്മൾ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എല്ലാം തന്നെ കുറച്ചുകൂടെ തറവാക്കുന്നതിനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ബുക്കുകൾ എന്ന് പറയുന്നത്. ദെൻ തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് അഗെയിൻ ആർ കെ രജ്പുത്തിന്റെ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ PK നാഗിന്റെ തെർമോഡൈനാമിക്സ് എന്നൊരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു റെക്കോർഡഡ് സെഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മളുടെ നോട്ട്സിനോടൊപ്പം തന്നെ ഇതുകൂടി നമ്മൾ ഒന്ന് ബാക്കപ്പ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ബേസ്, നമ്മളുടെ കോർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അറിവ് നമുക്ക് ഒരു ബേസ് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ കഴിയുന്ന റെക്കമെൻഡഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ സിവിലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമുക്കറിയാം പുന്മയുടെ സർവേയിങ് വോളിയം 1 വോളിയം 2 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വോളിയം 1 ബന്ധപ്പെട്ട് സർവേയിങ് നമ്മളെ സഹായിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് പുന്മയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ദെൻ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് ഗുരുചരൺ സിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. സോ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഡങ്കലിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ബിൽഡിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് SK ഡങ്കലിന്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ദെൻ കോൺക്രീറ്റ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് MS ഷെട്ടി എന്ന് പറയുന്ന ആ ഒരു ഓതറിന്റെ ടെക്സ്റ്റ് ബുക്ക് കോൺക്രീറ്റ് ടെക്നോളജി അവൈലബിൾ ആണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് രാമാമൃതം സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതന്നെയാണ്. സോ ഡിസൈൻ ഓഫ് RCC ലൈക്ക് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ക്വാണ്ടിറ്റി സർവേയുമായി ബന്ധപ്പെട്ട് BNTയുടെ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അഗെയിൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് PC പുന്മയുടെ
പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം ടോപ്പിക്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകൾ. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കുന്നതിന് ഒരു ബേസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ടാകും. ഓഫ് കോഴ്സ് നമുക്ക് നമ്മളുടെ നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. സോ അത് നമ്മുടെ പ്രധാനമായിട്ടും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഫർദർ റെഫറൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ബാക്കപ്പ് എന്ന നിലയിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മളൊന്നുമായി ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ പ്രധാന ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ആ ഒരു റിസോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ഓരോ ടോപ്പിക്സുകളും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കേണ്ടത് ഏതാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. സോ അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ, അതായത് MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഐഡന്റിഫൈ ചെയ്യുക, അത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ എക്സാം, നമ്മളുടെ കേരള PSCയുടെ ആ ഒരു എക്സാം നമുക്കറിയാം ഒരു MCQ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ, നമുക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ക്രാക്ക് ചെയ്യുന്നതിനായിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവിടെയാണ് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ സഹായിക്കാം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. കാര്യം ആ ഒരു പർട്ടിക്കുലർ സിലബസ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലെല്ലാം തന്നെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഓരോ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ, ലൈവ് സെഷനുകൾ വരാനുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ഓരോ പർട്ടിക്കുലർ ടോപ്പിക്സ് എടുത്തുകൊണ്ടുള്ള ആ ഒരു ഡിസ്കഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളെല്ലാം തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകളൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്നും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു വിത്തിൻ ദ ടൈം ലിമിറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ആ ഒരു ടോപ്പിക്സ് എല്ലാം തന്നെ വളരെ പതുക്കെ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന മുറയ്ക്കുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇത്തരത്തിൽ MCQs അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ പതുക്കെ കൊണ്ട് ഇത്തരത്തിൽ ഫുൾ ആയിട്ടുള്ള ഒരു സിലബസ് കൃത്യമായിട്ട് നമ്മൾ കവറേജ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ലൈവ് സെഷനിലൂടെ കൃത്യമായിട്ട് നമുക്ക് ഡൗട്ടുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യനുകൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അത്തരത്തിൽ പരിചയപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു നമ്മളുടെ ജോലിയിലേക്കുള്ള ഒരു യാത്ര മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അവിടെ നമുക്കറിയാം മിസ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു 6 months അതിൽ കൂടുതലായിട്ട് നമുക്ക് ടൈം കിട്ടുന്നുണ്ടാകും. ആ നിലവിലുള്ള ടൈം കൃത്യമായിട്ട് നമുക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ രീതിയിലാണ് നമ്മളുടെ ആ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് എല്ലാം തന്നുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ കൃത്യമായിട്ട് ആ ഒരു പ്രിപ്പറേഷൻ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ഈ പറഞ്ഞ രീതിയിലെ ക്വസ്റ്റ്യൻ അനാലിസിസ് നമുക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ സിവിൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ. ഇത്തരത്തിൽ കോൺസെപ്റ്റൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളുടെ ഒരു ഡിപ്ലോമ ലെവൽ എക്സാംസിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും നമ്മളിപ്പോ ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈഡ്രോളിക് മെഷീൻസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതലും നമുക്ക് കോൺസെപ്റ്റൽ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസുകളാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് നമ്മുടെ എക്സാമിന് കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്, അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള തരത്തിൽ ആ ഒരു ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മളെ കൂടുതൽ പ്രാക്ടീസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം ഹാളിൽ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ അത് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് അറ്റൻഡ്
ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഇത്തരത്തിൽ ഓരോ മോഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മളുടെ ആ ഒരു ലൈവ് റെക്കോർഡഡ് സെഷൻസ് എല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൃത്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ ഡൗട്ടുകളും നമ്മൾ എല്ലാവിധ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ആ ഡിസ്കഷൻ സെഷൻ ഒക്കെ പോകുന്നുണ്ടാവുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെയുള്ള രീതിയിലെല്ലാം തന്നെ ക്ലിയർ ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും, ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും പ്രധാനമായിട്ടും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഒരു രീതി പൊതുവെ നമ്മളിപ്പോ ഇന്നത്തെ സെഷനിൽ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സിലബസ് എന്താണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ സിവിലുകാർക്ക് എന്താണ് മെക്കാനിക്കൽ പഠിക്കേണ്ടത്, അപ്പൊ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ. കോമൺ ആയിട്ട് ഇപ്പൊ FM ഉണ്ട്, HM ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അത് ആരും പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനകത്ത് ബുദ്ധിമുട്ടുള്ള വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെർമലോ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സോ ആയിരിക്കും ബുദ്ധിമുട്ടായിട്ട് ഒരു പക്ഷെ വളരെ ചെറുതായിട്ട് വരുന്നുണ്ടാവുക. സോ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതുകയും വേണ്ട. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് എഫേർട്ട് എടുത്താൽ മാത്രം നമുക്ക് ആ ഒരു 50 മാർക്കിൽ നിന്ന് 45 അല്ലെ, ഒരു മിനിമം 45 നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണേ. അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ മെക്കാനിക്കലിനെ സംബന്ധിച്ചോളം ഇത്തരത്തിൽ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ, മിസ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്സും ഏതൊക്കെയാണ് നമ്മൾ ഏതൊക്കെയാണ് നമുക്കൊരു അതിനൊരു വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് കൃത്യമായിട്ട് സിവിലിന്റെ ഭാഗത്ത് ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെ നമുക്ക് ഇത്തരത്തിൽ എന്താണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്, അപ്പൊ എല്ലാം വാരി വലിച്ച് പഠിക്കാതെ, എല്ലാം വളരെ വൈഡായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാ പോയിന്റുകളും വളരെ സമയമെടുത്ത് പഠിക്കാതെ കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യതയോടെ സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് എക്സാം ഹോളിൽ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് വളരെ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ സിലബസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആ സിലബസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഏതൊക്കെ മൊഡ്യൂളുകളിൽ ഇത്ര മാർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ആ ഓരോ മൊഡ്യൂളിന്റെ പ്രത്യേകത അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു FMOയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് വളരെയധികം കൂടുതൽ മാർക്കുകൾ കഴിഞ്ഞ എക്സാമിന് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടോപ്പിക്സുകൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്, കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ഓരോ ടോപ്പിക്സിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് അല്ലെ, നമ്മുടെ ആ ഒരു കോഴ്സിൽ നമ്മൾ ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു കണ്ടന്റ് എല്ലാം തന്നെ വിത്തിൻ ദ ടൈം ലിമിറ്റ് നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മോക്ക് ടെസ്റ്റിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ അതിനകത്തുണ്ട് അല്ലെ. സോ അതിലൂടെ നമുക്ക് എന്താ പറ്റി, ഈ പറയുന്ന ടെസ്റ്റ് സീരീസുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ടോപ്പിക്സ് വൈസ് നമുക്ക്, അല്ലെങ്കിൽ മോഡ്യൂൾ വൈസ് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ മാക്സിമം നമ്മളുടെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് റിവിഷൻസ് കൃത്യമായിട്ട് വീക്ക്ലി റിവിഷൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് മോഡ്യൂളിൽ കഴിയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഇതിലൂടെയാണ് നമ്മളുടെ നിലവിൽ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം ഇത്തരത്തിൽ നമ്മളുടെ കുട്ടികളാണ് നമ്മൾ ഉയർന്ന റാങ്കിലേക്കൊക്കെ വന്നിട്ടുള്ള, നിലവിൽ ജോലിയിൽ കയറിയിട്ടുള്ള നിരവധി കുട്ടികളുണ്ട്. അപ്പൊ അവരെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മളുടെ റാങ്ക് ലിസ്റ്റിലേക്കും അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ ആ രീതിയിൽ തന്നെ അത് വളരെ പ്രൂവൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം അല്ലെ. നമ്മളത് തരത്തിൽ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ജോലിയിൽ കയറാൻ പറ്റും, ഉയർന്ന റാങ്ക് നേടാൻ പറ്റും, നല്ല മാർക്കോടുകൂടി നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു കോഴ്സ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സിലബസ് എല്ലാം തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട്, ആ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സുകളും നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ട്, സോ നിങ്ങൾക്കായിട്ടുള്ള ഒരു കോച്ചിങ് എന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ കോഴ്സ് നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് എങ്ങനെ ആ ഒരു
രീതിയിൽ പതുക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലെല്ലാം തന്നെ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉയർന്ന റാങ്കിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാം പെർഫോം ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്കിൽ എത്താൻ കഴിയുന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അപ്പം പൊതുവേ ഒരു ഡൗട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഉണ്ടാവുക മെക്കാനിക്കലും സിവിലും രണ്ട് ട്രേഡ് ഒക്കെ അല്ലേ, കുറച്ച് പാടാകുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് മനസ്സിലുണ്ടാവുക തോന്നലല്ലേ. അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. അപ്പൊ മെക്കാനിക്കലുകാരെ സംബന്ധിച്ചോളം കുറച്ച് ഒരു എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ പറഞ്ഞ രീതിയിൽ ആ ടോപ്പിക്സ് എല്ലാം തന്നെ ഒരു ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. സോ അതിന് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് സമയവും അതുപോലെ തന്നെ കുറച്ച് എഫേർട്ടും മെക്കാനിക്കലുകാരെ തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ മുകളിലേക്ക് നമുക്ക് വരാൻ കഴിയുള്ളൂ. സോ അത് നമ്മളുടെ മനസ്സിൽ കരുതേണ്ടതായിട്ടുണ്ട് മെക്കാനിക്കൽ ഉദ്യോഗത്തെ സംബന്ധിച്ചോളം. എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ കമ്പൈൻഡ് എക്സാം ആയതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലും ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെല്ലാം പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വെബിനാർ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 1 എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ അതുമായി ബന്ധപ്പെട്ട സിലബസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വെയിറ്റേജ് എങ്ങനെയാണ്, മാർക്കിന്റെ വെയിറ്റേജ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കോച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ IPLSന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു കോച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ ആണ് നിങ്ങൾക്ക് ഇതിലൂടെ തന്നത്. അപ്പൊ ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. സോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇന്ന് തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മളുടെ മുന്നിലുള്ള ആ ഒരു ചെറിയ സമയമാണുള്ളത്. സോ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ വലിയൊരു സിലബസ് തന്നെ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. സോ അത് സിവിൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആരും താമസിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാര്യം അതിപ്പോ നമ്മുടെ മുന്നിൽ സമയം കുറവാണെന്നുള്ളതാണ്. സോ 6 months, അതായത് ഈ പറഞ്ഞ 3 വർഷം കൊണ്ട് പഠിക്കേണ്ട ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സ് നമുക്ക് 6 months കൊണ്ട് കവർ ചെയ്യണം അല്ലെ. അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടും അതുപോലെ തന്നെ സമയവും കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷനിൽ, ഇന്നത്തെ വെബിനാറിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ടീച്ചർ അങ്കിത ടീച്ചറിനും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇത്രയും നേരം നല്ല രീതിയിൽ നമ്മളൊപ്പം പങ്കെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്ദി. സോ നിതിൻ സാർ അവൈലബിൾ ആണോ? ഓക്കെ സാർ, ഓക്കെ നിതിൻ സാർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം തന്നെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മുന്നോട്ടുള്ള പരീക്ഷകളെല്ലാം തന്നെ നന്നായിട്ട് പഠിച്ച് എഴുതാൻ ശ്രമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. IPLSന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ നമ്പർ നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൾ ചെയ്യുക. കൃത്യമായിട്ട് ഈ IPLSന്റെ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ ഓഫറും ഒക്കെ റണ്ണിങ് ആണ്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒപ്പം തന്നെ ടീച്ചർക്കും അതുപോലെ തന്നെ സാറിനും എല്ലാവിധമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.